തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാറായിട്ടില്ലെന്നും DGP പറഞ്ഞു. ഇതിനിടെ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ലൈസൻസി ബിനോയ് ജേക്കബിനെതിരെ കേസെടുത്തു. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല പാലക്കാട് മുതലമട വെള്ളാരം കടവിലാണ്. മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ മുതലമടയിലും പരിശോധന നടത്തി ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അളവിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചതായും കണ്ടെത്തൽ. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയുടെ ഉടമയും ലൈസൻസിയുമായ ബിനോയ് ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു. വെള്ളാരം കടവിലെ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തു. ഈ നടപടിക്കെതിരെ പാറമേക്കാവ് ദേവസ്വം രംഗത്തു വന്നു. ദേവസ്വം സെക്രട്ടറി G. രാജേഷിന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളുടെ ലൈസൻസിനെ ഓവർ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കണമാണ്, എത്ര കാര്യങ്ങൾ പരിശോധനകളാണ്. കാരണം എത്ര വൻ ഒരു സംഭവമാണിത്. തീർച്ചയായും നോക്കിയിട്ട് ആവശ്യമുള്ള ചെയ്യുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ പോലീസ് അന്വേഷണവും മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.